ദേശീയ പട്ടിക്ക്. അപ്പോൾ ഇവന് ഒരു സ്പെഷ്യൽ ഒരു ടാലന്റ് ഉണ്ട്. അപ്പം അതെന്താണ്? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും എന്തെടുക്കുകയാണ്? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കാമെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് പോകുന്നത് എൻ്റെ അമ്മയുടെ നാട്ടിലേക്കാണ്. അപ്പോൾ അമ്മയുടെ നാടെന്ന് പറയുന്നത് ശൂരനാടാണ്. അപ്പം അവിടെയാണ് ഇപ്പോൾ ഞങ്ങളുടെ വല്യമ്മയൊക്കെ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നൊരു ശൂരനാടൻ വ്ളോഗാണ്. അപ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് അമ്മേ? ഇവിടുന്ന് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം ഞാനുണ്ട്, ചേട്ടനുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരോടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി പോകുന്ന വഴിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് വളാലി മുക്കിലുള്ള പമ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡീസൽ അടിക്കാനായിട്ട് കയറിയതാണ്. കാരണം കുറച്ച് ഡിസ്റ്റൻസ് ഇല്ലേ, അപ്പോൾ നമ്മൾ അവിടെ വരെ പോയിട്ട് തിരിച്ച് വരണം. അതുകൊണ്ട് നമ്മൾ ഡീസലൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് കരുതി ഇങ്ങനെ ഡീസൽ അടിക്കാനായിട്ട് കയറിയതാണ്. അപ്പോൾ നമ്മൾ ഡീസലൊക്കെ അടിച്ച് ഇനി നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ 14 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം എല്ലാം ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ, അത്രയും ഡിസ്റ്റൻസിലുള്ള വീഡിയോ എടുക്കുന്നില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന സ്ഥലമാണ് കുറ്റിപ്പുറം. അപ്പോൾ ഇവിടെ സൈഡിൽ കാണുന്ന പള്ളിയല്ലേ, അതിൻ്റെ പേര് തഴവ വലിയ പള്ളി എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കയറുന്ന ക്രിസ്ത്യൻ പള്ളിയാണത്. അപ്പോൾ ഞാൻ അവിടുത്തെ ക്രിസ്മസിന് ഞാൻ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ തൊടി പാലം എത്താറായി. ഈ പാലം നമ്മൾ ഇറങ്ങി താഴോട്ട് ചെല്ലുന്നതാണ് ശൂരനാടിൻ്റെ തുടക്കം. വയലുകളും കരകളും തോടുകളും ഇടകലർന്ന് കാണുന്ന പ്രകൃതി രമണീയമായ ഈ ഭൂപ്രദേശം സമ്പന്നമായ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ വിളഭൂമിയാണ്. ഈ നാടിൻ്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം ഈ പ്രദേശത്തുകൂടി ഒഴുകുന്ന ആനേടി തോട് എന്നറിയപ്പെടുന്ന പള്ളിക്കലാറാണ്. ശൂരന്മാരുടെ നാട് എന്ന അർത്ഥത്തിലാണ് ശൂരനാട് എന്ന സ്ഥാനമാനം ലഭിച്ചതെന്ന് ഐതിഹ്യമുണ്ട്. ശൂരന്മാരുടെ നാടും കടമ്പന്മാരുടെ നാടും തമ്മിൽ പോരുവഴിയിൽ വെച്ച് പോര് നടന്നുവെന്നും അതിൽ വിജയിച്ച നാടിന് ശൂരനാട് എന്ന പേര് വന്നുവെന്നുമാണ് പഴമക്കാർ കരുതുന്നത്. മഹത്തായ ഒരു ആയോധന പാരമ്പര്യം ഈ ഗ്രാമത്തിനുണ്ട് എന്നുള്ളതിന് ചുറ്റുമുള്ള ചക്കുവള്ളി, നൂറനാട് പടനിലങ്ങൾ, കളരികൾ എന്നിവ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ ഗായ്സ്, ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ പേര് മങ്ങാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം എന്നാണ്. അപ്പോൾ ഇവിടെ മുടിപ്പുരയൊക്കെ ഉള്ള ക്ഷേത്രമാണ്. കാര്യസിദ്ധി പൂജയൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഒരു തവണ കാര്യസിദ്ധി പൂജയ്ക്ക് നയൻതാര വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷം മുമ്പ്. അപ്പോൾ അന്ന് നയൻതാരയുടെ വകയായിരുന്നു അന്നദാനവും കാര്യസിദ്ധി പൂജയും ഉണ്ടായിരുന്നു നയൻതാരയുടെ. അപ്പോൾ അധികം ആരും അറിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. ഗ്രാമം ആയതുകൊണ്ട് തന്നെ അധികം ആരും അറിഞ്ഞിട്ടില്ല. എല്ലാവരും അറിഞ്ഞു വന്നപ്പോഴത്തേക്കും നയൻതാര പോവുകയും ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ വല്യമ്മയുടെ വീട്ടിലോട്ടാണ്. അപ്പോൾ എൻ്റെ വല്യമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി തന്നെയാണ് എൻ്റെ വല്യപ്പച്ചിയുടെ വീടും. അപ്പോൾ ഞാനിപ്പം മങ്ങാട്ടമ്പലം കാണിച്ചില്ലേ, അപ്പോൾ മങ്ങാട്ടമ്പലത്തിനടുത്തായിട്ട് തന്നെയാണ് വല്യപ്പച്ചിയുടെ വീടും. അപ്പോൾ വല്യപ്പച്ചി ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. അപ്പോൾ വല്യപ്പച്ചിയുടെ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് വല്യപ്പച്ചിയുടെ ഇളയ മോനാണ്. അപ്പം സുനിൽകുമാർ എന്നാണ് പേര്. അപ്പം ഞങ്ങൾ സായിപ്പണ്ണൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം സായിപ്പണ്ണൻ്റെ ആണിപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പം നമ്മൾ അവിടെയും കൂടി കയറിയിട്ടാണ് വല്യമ്മയുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് സായിപ്പണ്ണൻ്റെ വീട്. അപ്പം ഇവരിപ്പോൾ ഒരു പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. വീടിനോട് ചേർന്ന് തന്നെയാണ് DS സ്റ്റോഴ്സ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സായിപ്പണ്ണൻ മാത്രമേ ഉള്ളൂ, പിന്നെ 2 പിള്ളേരുണ്ട്. അപ്പം സായിപ്പണ്ണൻ്റെ വൈഫ് രമ്യയ്ക്ക് ജോലിയുണ്ട്. അപ്പോൾ സർവേയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാസർഗോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ മാത്രമേ വരാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ സായിപ്പണ്ണൻ മാത്രമേ ഉള്ളൂ ഇവിടെ. കടയിൽ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ബേക്കറി സാധനമാണെന്നുണ്ടെങ്കിലും പലചരക്ക് സാധനങ്ങളാണെങ്കിലും എല്ലാം കിട്ടും. ചെരുപ്പ്, സ്പ്രേ, എല്ലാ ടൈപ്പ് സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ കാണുന്നത് അഴകിയകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണ്. നമ്മൾ ഈ സൈഡിൽ കാണുന്നതാണ്. അപ്പം ശൂരനാടുള്ള എല്ലാ ക്ഷേത്രങ്ങളും ഒന്നുമില്ല കേട്ടോ, ഒരുപാട് പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളുള്ള ഒരു നാടാണ്. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിയിലുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്തോട്ട് എത്താറായി, ആ സ്ഥലം എത്താറായി. അപ്പം നമ്മളിനി കാണുന്നത് ശൂരനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പം അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ സ്കൂളും.
ഇതാണ് ഒരു സ്കൂള്, ശൂരനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്. ഇനി അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലും ഒരു സ്കൂളുണ്ട്, ശൂരനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്. അപ്പോൾ ഈ ശൂരനാട് സ്കൂളിലെ ഞാനിപ്പോൾ കാണിച്ച സ്കൂളിൻ്റെ അടുത്തുനിന്ന് താഴോട്ടൊരു റോഡുണ്ട്. അപ്പോൾ ആ റോഡ് വഴി പോകുമ്പോഴാണ് എൻ്റെ അമ്മയുടെ വീട്ടിലെത്തിച്ചേരുന്നത്. അപ്പം അതുവഴി നമ്മൾ പോകുമ്പോൾ നമ്മളിപ്പം വല്യമ്മയുടെ വീട്ടിൽ കയറുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു വയലുണ്ട്. അപ്പോൾ ആ വയൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പോകുന്ന വഴി നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. ഫുള്ള് വയലും ഭയങ്കര വേറൊരു ഫീലാണ്. സൂപ്പർ ലൊക്കേഷനാണ്. തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ ശൂരനാടിൻ്റെ ചരിത്ര പശ്ചാത്തലം വെളിവാക്കുന്ന ഒന്നാണ്. തോപ്പിൽ ഭാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൻ്റെ പ്രമേയവും പശ്ചാത്തലവും ശൂരനാടിൻ്റെ ഗ്രാമപ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശൂരനാടെത്തി. വല്യമ്മയുടെ വീട് തൊട്ടടുത്തായിട്ടാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വയലുണ്ട്, നല്ല അടിപൊളി വയലാണ്. അപ്പോൾ ഇനി നമ്മൾ വല്യമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ ഈ വല്യമ്മയുടെ വീടിന് അടുത്തായിട്ടാണ് ഈ വയൽ. അപ്പം ഞാൻ നിങ്ങളെ വയലൊക്കെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് നമ്മളിവിടെ ഇറങ്ങിയത്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവുകയല്ല, വല്യമ്മയുടെ വീട്ടിലോട്ട് പോവാം. ഇനി നമ്മൾ വല്യമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ സ്കൂളിൻ്റെ അടുത്തു നിന്ന് താഴോട്ടുള്ള റോഡ്. അപ്പോൾ ആ റോഡ് വഴി വന്നിട്ടാണ് നമുക്ക് വല്യമ്മയുടെ വീട്ടിലോട്ട് കയറുന്നത്. പിന്നെ നമ്മൾ വയലിൽ വന്നിട്ട് പോകുന്നത് കൊണ്ടാണ്, ഈ വയലിൻ്റെ അപ്പുറത്തായിട്ടാണ് വീട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുവഴി കയറി പോകുന്നത്. ശൂരനാടെന്ന് പറയുന്നത് ഒരുപാട് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതായത് നരസിംഹസ്വാമി ക്ഷേത്രമാണെന്നുണ്ടെങ്കിലും ദുശാസന ക്ഷേത്രവും, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളും ഒരുപാട് ഐതിഹ്യങ്ങളും ഒക്കെ ഉള്ളൊരു നാടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം ഡീറ്റെയിൽഡായിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം, ശൂരനാടിനെ കുറിച്ചിട്ടൊരു വീഡിയോ. അപ്പോൾ നമ്മൾ വല്യമ്മയുടെ വീട്ടിലെത്തി. ഈ കാണുന്നത് വല്യമ്മയുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഈ റബ്ബർ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ വല്യമ്മയുടെ വീട്ടിലെത്തി. ഗേറ്റൊക്കെ തുറന്ന് അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്യച്ഛനുണ്ട്, വല്യമ്മയുണ്ട്, ചേട്ടത്തിയുണ്ട്, 2 പിള്ളേരുണ്ട്. വല്യമ്മയ്ക്ക് 2 മക്കളാണുള്ളത്, പ്രജു അണ്ണനും ശ്രീജയ്ക്കും. അപ്പോൾ അവർ 2 പേരും മസ്കറ്റിലാണ്. അപ്പോൾ പ്രജു അണ്ണൻ്റെ വൈഫാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചേട്ടത്തി. അപ്പം ചേട്ടത്തിയും സായിയും അഭിഷേകും, അവർ 2 ആൺപിള്ളേരുണ്ട്. അപ്പോൾ അവരാണ്, ഇത്രയും പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് വരുമെന്നുള്ള ആരും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു, നമ്മൾ ജസ്റ്റ് വരുവാണെങ്കിൽ. ഇതാണ് എൻ്റെ വല്യമ്മയുടെ വീട്. അപ്പം ഞങ്ങളും കൂടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ, അതിനെ അവിടെ കൂട്ടിനകത്തിട്ട് വെച്ചേക്കാണ്. അയ്യോ എൻ്റെ ഭഗവാനെ, എന്തൊരു കുറച്ചില്ല ആ പട്ടി. അയ്യോ അതെന്നെ ദേഷിച്ചാണ് നോക്കുന്നത്. ഇവിടെ പണ്ടൊരു പട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ, ഇപ്പോഴല്ല കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പട്ടി ഉണ്ടായിരുന്നു, വേറൊരു പട്ടി. ആ പട്ടി ഭയങ്കര സമയമായിരുന്നു, എന്നെ എപ്പോൾ കണ്ടാലും ഓടിക്കും, എന്നെ മാത്രം.
എന്നെ എവിടെ വെച്ച് കണ്ടാലും അത് ഓടിഞ്ഞു വരും. ഞാൻ അന്നേരം ഓടും. എന്നിട്ട് എന്നെ ഒളിച്ചും അവിടെ എല്ലാം കടന്ന് ഞാൻ ഓടുമായിരുന്നു. പക്ഷെ കടിക്കത്തില്ല. എൻ്റെ അടുത്ത് വരെ വരും. ഓടിച്ച് എൻ്റെ അടുത്ത് വരെ വന്നിട്ട് ഒന്ന് കുരയ്ക്കും. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്നോട് ഭയങ്കര സ്നേഹം അതുകൊണ്ടാണെന്ന്. എന്നെ എവിടെ വെച്ച് കണ്ടാലും എൻ്റെ പുറേന് ഓടി വരുമായിരുന്നു. ഒരു ദേശീയ പട്ടിക്ക് ബിസ്ക്കറ്റ് ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ വല്യമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വല്യച്ഛനുണ്ട്, വല്യമ്മയുണ്ട്, ചേട്ടത്തിയുണ്ട്, ചേട്ടൻ്റെ 2 മക്കളുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഇളയ മോൻ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹായ്. അപ്പം ഇവനൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നിൻ്റെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. എൻ്റെ ചാനൽ പേര് FP ബ്രദേഴ്സ് എന്നാണ്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അവൻ്റെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി മൂത്ത ആളുണ്ട്. എടാ നിൻ്റെ പേര് പറഞ്ഞില്ല, പേര് പറ. നവനീത് പ്രജു. നവനീത്. അപ്പോൾ സായി നമ്മൾ വിളിക്കും. ഇനി അഭിഷേക് ഉണ്ട് ഇവൻ്റെ മൂത്തത്. അപ്പോൾ അതിനെ ഇനി പരിചയപ്പെടുത്തരാം. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ്റെ മൂത്ത മോനെ പരിചയപ്പെടുത്തരാം. അപ്പോൾ അവന് ഒരു ടാലൻ്റ് ഉണ്ട്. അപ്പോൾ അതെന്താണ് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടൻ്റെ 2 മക്കൾ. ഇളയാളെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പം ഇതാണ് മൂത്ത ആള് അഭിഷേക് പ്രജു. അപ്പോൾ ഇവന് ഒരു സ്പെഷ്യൽ ഒരു ടാലൻ്റ് ഉണ്ട്. അപ്പം അതെന്താണ് പറഞ്ഞോ, എനിക്ക് എന്താണുള്ള ടാലൻ്റ് എന്ന്? അപ്പോൾ റുബിക്സ് ക്യൂബ് അവൻ കുറച്ച് സമയം കൊണ്ട്, എത്ര സമയം കൊണ്ട് ചെയ്യും? 1 മിനിറ്റ് കൊണ്ട് അത് ക്ലിയർ ആക്കും. അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ സായി നമ്മുടെ റുബിക്സ് ക്യൂബ് ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷഫിൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവനിത് 1 മിനിറ്റ് കൊണ്ട് എല്ലാം ക്ലിയർ ആക്കി എടുക്കും. ഓക്കെ, കൊടുത്തു. Ready, 1, 2, 3, start. അപ്പൊ ഞാൻ പഠിപ്പിച്ച പോലെ എല്ലാം ഞാൻ പഠിപ്പിച്ച പോലെ ചെയ്തിട്ടുണ്ട്. ഇതാരാ പഠിപ്പിച്ചേ പറഞ്ഞോ? ഇപ്പം അഭിഷേകിന്റെ കയ്യിലുള്ള ബാക്കി ക്യൂബ്സ്, കുറേ ക്യൂബ്സ് ഉണ്ട്. പിരമിഡ്, മിറർ, പിന്നെ ഏതാ ഗിയർ, കുറേ ക്യൂബ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം അവൻ ചെയ്യും. ഇതാണ് പിരമിഡ്. 4x4. ഇതെന്താ നേരത്തെ ചെയ്തത്? 2 ഇത് മിറർ. ഇതെന്ത് സാധനം ഇത്? അതാണ് ഗിയറില്ലേ. മിറർ ചെയ്യാൻ എത്ര സമയം എടുക്കുന്നേ? 2 മിനിറ്റ് എടുക്കും. അത് ഇത്രയും ക്യൂബ്സ് ഉണ്ട്. ഇതെല്ലാം അവൻ കറക്റ്റായിട്ട് ചെയ്യും. ഇതൊക്കെ ചെയ്യാൻ ഓരോന്നിനും ഓരോ സമയമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ റുബിക്സ് ക്യൂബ് ക്ലിയർ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അബാക്കസിൻ്റെ 6th ലെവൽ വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെന്താണ് കുറേ കാര്യങ്ങൾ ചെയ്തത്. നമ്മളിപ്പോൾ ഒരു വർഷത്തിലെ ഏതെങ്കിലും ഇപ്പം 1950 ഒക്ടോബർ 5 ഏത് ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കൃത്യമായിട്ട് പറയും. അതുപോലെ തന്നെ ഒരു 15 റോ വരെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന നമ്പേഴ്സ് അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം നമുക്കിനി എങ്ങനെ അവൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇഷ്ടമുള്ള നമ്പേഴ്സ് പറയും. അപ്പം അത് കൂട്ടി അവൻ കറക്റ്റായിട്ട് പറയും. അപ്പം നമുക്കിനി അതൊന്ന് കണ്ടു നോക്കാം. ആഡ് 23, ആഡ് 63, ആഡ് 56, add 45, add 12. Correct. ഇവിടെ ഫുള്ള് റബ്ബറാണ്. അപ്പം ഇവിടെ ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനാണ് ഇത്. അപ്പോൾ ഇതിനകത്താണ് നമ്മളുടെ ഈ റബ്ബർ പാലെടുത്തിട്ട് അത് എന്തൊക്കെയോ റബ്ബർ പാലിനകത്ത് എന്തോ ആസിഡോ
അതാണ്ടൊക്കെ ചേർത്തിട്ടങ്ങാണ്ട് വെക്കും. അങ്ങനെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിനെ നമ്മൾ റബ്ബർ ഷീറ്റായിട്ട് അടിച്ചെടുക്കുന്നത് ഈ മെഷീൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് റബ്ബർ മരം. അപ്പോൾ റബ്ബർ മരത്തിനകത്തുനിന്ന് ഇങ്ങനെ വെട്ടി ഇങ്ങനെ കീറി എന്താണ് വെച്ചിട്ട് ഒരു ചിരട്ടയൊക്കെ വെക്കും. അപ്പോൾ ആ ചിരട്ടയ്ക്കകത്തോട്ടാണ് റബ്ബർ പാൽ ഇങ്ങനെ വന്ന് വീഴുന്നത്. ഇതാണ് എൻ്റെ വല്യച്ഛൻ. അപ്പോൾ വല്യച്ഛൻ സൗദിയിലായിരുന്നു, അപ്പോൾ ഇപ്പോൾ നാട്ടിലാണ്. ഇപ്പോൾ ഫുള്ള് കൃഷിയാണ്, 24 മണിക്കൂറും കൃഷിയാണ്. അപ്പോൾ ഇതൊക്കെ വല്യച്ഛൻ്റെ കൃഷി പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് തന്നുവിടാനായിട്ടെല്ലാം എടുത്തതാണ്. എനിക്ക് പേടിയോ കൊത്തുവോ? അയ്യോ അമ്മ എനിക്ക് പേടിയാവുന്നു. വന്നു എവിടെ തൊട്ടാലും പേടി. കൊത്തുന്നതല്ല, എനിക്ക് നല്ലതാണ് അറിയാം. ഈ ടൈപ്പ് കോഴി എല്ലാം കൊത്തും. അപ്പോൾ ഇനി നമുക്ക് വീടും പരിസരമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണിക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ പശു ഉണ്ട്. അപ്പം പശുവിൻ്റെ ഇരത്തിലാണ് നമ്മൾ ഈ കാണുന്നത്. പശു 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 ഇതിനടുത്തായിട്ട് തന്നെയാണ് എൻ്റെ മാമന്മാരുടെയൊക്കെ വീട്. അപ്പം ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല, പിന്നെ ഒരു ദിവസം പോകാമെന്ന് കരുതി. കാരണം നമ്മൾ ഒത്തിരി ലേറ്റായി. അപ്പം അതുകൊണ്ട് പിന്നെ ഒരു ദിവസം കയറാമെന്ന് കരുതി. ഇനി ഗൈസ് നമുക്ക് എങ്ങനെയാണ് റബ്ബർ ഷീറ്റ് അടിക്കുന്നതെന്ന് കാണാം. അപ്പം നമ്മൾ ഈ റബ്ബർ ഷീറ്റ് ഇത് അവരെന്തൊക്കെയോ ആസിഡൊക്കെ ഇട്ടിട്ടാണ് ഈ റബ്ബർ പാലിനകത്ത് ഇത് വെച്ച് സെറ്റാക്കി വെക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കുറച്ച് കട്ടിയാകുമ്പോഴാണ് അതിനെ ഈ മെഷീനിലിട്ട് ഇങ്ങനെ കറക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ മെഷീനിനകത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കറക്കി അതിനൊരു കുറച്ചൊരു നീണ്ട് വരും അത്. അപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി ഇട്ട് കറക്കും. അങ്ങനെ ആദ്യത്തെ മെഷീനകത്ത് തന്നെ ഇട്ട് കറക്കി അതിനെ ഇങ്ങനെ തിന്നാക്കും. പിന്നെ അപ്പുറത്തേനകത്തിട്ട് വീണ്ടും നല്ല സ്പീഡിൽ കറക്കുമ്പോഴത്തേക്കും അത് അതിന് വേണ്ട ആ ഒരു തിക്നെസ്സിലെത്തും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഇതിനെടുത്ത് അശയിലിട്ട് ഉണക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്നതിൻ്റെ, അപ്പോൾ ഈ ക്ലിപ്പ് ഞാൻ ഇങ്ങനെ ഇടുകയാണ്. ഞാനത് കട്ട് ചെയ്ത് കളയുന്നില്ല. കാരണം റബ്ബർ ഷീറ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ലാത്ത അറിയാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്ത് കളയുന്നില്ല. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് തന്നെ ഇടുകയാണ് കേട്ടോ എങ്ങനെയാണെന്നുള്ളത്.
അപ്പോൾ സന്ധ്യയായി, വല്യമ്മ മാലയൊക്കെ കെട്ടി വിളക്ക് കത്തിക്കുകയാണ്. അപ്പോൾ ഇനി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഭഗവാനെ കാത്തോളണേ. അപ്പോൾ നമ്മളിനി തിരിച്ചു പോവുകയാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിനടുത്തായിട്ടൊരു കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ടാറ്റ, ബൈ ബൈ, സീ യു.